Hi all, it's me Asru. Let's talk something with Jandu. മിണ്ടാതായി പോയ ആരെങ്കിലും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും. എൻ്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. പറഞ്ഞു വന്നപ്പോൾ തന്നെ ക്ലീശേ സാധനമാണെന്ന് വിചാരിക്കേണ്ട. ഞാൻ നഷ്ടപ്രണയങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചതല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതല്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഉദ്ദേശിച്ചത് നഷ്ട സൗഹൃദങ്ങളാണ്. വെരി ലോങ് ലോസ്റ്റ് ഫ്രണ്ട്ഷിപ്സ്. ചില കാര്യങ്ങൾ നമുക്ക് മറന്നു കളയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം നമ്മളത് എഫേർട്ട് എടുക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും അത് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് മറക്കാൻ പറ്റൂല. ആക്ച്വലി ഞാൻ പറഞ്ഞു, നമ്മളവിടെ മറക്കാൻ വേണ്ടിയിട്ട് എന്ത് എടുത്തോണ്ടിരിക്കുകയാണ്, എഫേർട്ട് എടുത്തോണ്ടിരിക്കുക. എന്തുകൊണ്ടായിരിക്കും എഫേർട്ട് എടുക്കേണ്ടി വരുന്നത്? നമുക്കത് മറക്കാൻ ഒട്ടും എന്തില്ല, താല്പര്യമില്ല. പിന്നെ നമ്മൾ നമ്മളെ തന്നെ പറ്റിച്ചിട്ട് എന്ത് ചെയ്യാണ്, മറക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി മറക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള സാധനമായിരിക്കും എപ്പോഴോ നമ്മുടെ ജീവിതം ഭംഗിയാക്കിക്കൊണ്ടിരുന്ന ഒരു സൗഹൃദം എന്ന് പറയുന്നത്. ആക്ച്വലി അത്രയും നല്ലൊരു സൗഹൃദം അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോവാന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. നമുക്ക് ഒരിക്കലും അത് കാരണങ്ങൾ ജനറലൈസ് ചെയ്തിട്ട് സംസാരിക്കാൻ കഴിയില്ല. കാരണം രണ്ടാളുകൾക്കിടയിൽ അത്രയും വലിയ എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടായിരിക്കും അത്രമേൽ സ്നേഹിച്ചിരുന്ന ആളുമായിട്ട് വേർപെട്ട് നിൽക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവർക്ക് തോന്നിയിട്ടുണ്ടാവുക. ഓരോരുത്തരുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി അതൊരു പേഴ്സണൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ മാറ്റർ ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലൊന്നും കാര്യമില്ല. ആ നഷ്ട സൗഹൃദങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ അത് വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കാണെങ്കിലും അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനും അതിന്റെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സൗഹൃദം, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ സൗഹൃദം, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയോ ചോദിച്ചാൽ ഇല്ല. അപ്പൊ ആക്ച്വലി നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സീൻ ഉണ്ടാവില്ല. കാരണം അത് കഴിഞ്ഞല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒക്കെ നമുക്കൊരു വിഷമമൊക്കെ തോന്നുമെങ്കിലും പിന്നെ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ആള് നമ്മളെ കയ്യിൽ നിന്നിട്ട് പോയിട്ടുമില്ല, പക്ഷെ നമ്മളെ കയ്യിലിട്ടില്ല താനും. അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ. ഡെഫിനറ്റ്ലി നമുക്ക് അവരെ കാണുമ്പോൾ, അവരുടെ മെസ്സേജ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷം കാണുന്ന സമയത്ത്, അന്നത്തെ പോലെ തന്നെ നമുക്ക് ഇപ്പോഴും വളരെയധികം സന്തോഷം തോന്നും. പക്ഷെ നമുക്ക് അതിന്റെ ഒപ്പം തന്നെ ഭയങ്കര കുറ്റബോധം തോന്നും, സങ്കടം തോന്നും. നമ്മളും ഇതിന്റെ ഒക്കെ ഭാഗമാവേണ്ടതായിരുന്നല്ലോ. പക്ഷെ നമ്മളിപ്പോ എങ്ങനെയോ എന്തോ കാരണം കൊണ്ട് നമ്മളും അവരും തമ്മിൽ ഒരുപാട് അകലത്തിലായി. തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന രണ്ടാളുകള് മനസ്സുകൊണ്ട് എത്രയോ കിലോമീറ്ററുകൾ അകലത്തിലായി പോയത് ഞാൻ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അവര് ആ വീട് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ വീടിന്റെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ, അവിടുന്ന് ഒരാൾ വാതിൽ തുറക്കുമ്പോൾ, അവിടുന്ന് ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ ഇപ്പുറത്തിരുന്ന് വേദന എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്ന് ആ സുഹൃത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ഇരുന്നിട്ട് ഒരുപാട് ആലോചിച്ചിരുന്നു, എത്രത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെന്ന്. സോ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സൗഹൃദം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലമതിച്ചിരുന്ന ഒരു റിലേഷൻ അങ്ങനെ നഷ്ടപ്പെടലിന്റെ വക്കിലാണെങ്കിൽ, നമുക്ക് കഴിയുമെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുക. കഴിയാവുന്ന തെറ്റുകളാണെങ്കിൽ പുറത്തു കൊടുക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. മേ ബി ഒരുപാട് പ്രാവശ്യം നമ്മുടെ പിന്നാലെ വന്നതായിരിക്കും. നമ്മൾ അന്ന് വാശി കാണിച്ചതുകൊണ്ട് പിന്നെ വരാനുള്ള പേടി കാരണം മാറി നിൽക്കുന്നതായിരിക്കും. അല്ലാണ്ട് നമ്മളടുത്തുള്ള ഇഷ്ടം കുറഞ്ഞുകൊണ്ടായിരിക്കില്ല. നമ്മളൊന്ന് ക്ഷമിക്കാൻ മനസ്സ് കാണിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, മേ ബി അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ റിലേഷൻ നമുക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമ്മുടെ പ്രിയപ്പെട്ടതൊന്നും നമുക്ക് കയ്യിൽ നിന്ന് പോവാണ്ടിരിക്കട്ടെ. അത് ഓർത്ത് പിന്നീട് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. എൻ്റെ ലോങ് ലോസ്റ്റ് ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സോറി പറയാണ്. നമുക്ക് ഇനി സമയമുണ്ട്, നമുക്ക് ഒരുമിച്ചിരിക്കാം, നമുക്ക് സംസാരിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് പോയ സാധനത്തെ നമുക്ക് തിരിച്ചെടുക്കാം. ഐ സ്റ്റിൽ ലവ് യു ഓൾ. ആൻഡ് നമുക്ക് എല്ലാവർക്കും പരസ്പരം ആ സ്നേഹം മനസ്സിലാക്കാനും പങ്കിടാനും പറ്റട്ടെ. എന്റെ സംസാരം നിങ്ങൾക്ക് കണക്റ്റായി തുടങ്ങുന്ന സമയത്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഈ കാര്യം പറയണമെന്നുണ്ടായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തൊരു ഫ്രണ്ടോ ഒരാളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചിട്ട് ഇതൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണമെന്ന് പറയാം. നിങ്ങളെ തമ്മിൽ വീണ്ടും കണക്ട് ചെയ്യാൻ എന്റെ ശബ്ദത്തിന് കഴിയുകയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് അത് തന്നെയാണ്. അങ്ങനെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ താഴെ നിങ്ങളുടെ അനുഭവം കമന്റ് ചെയ്യുക. മറ്റൊരു വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.